മിസ്റ്റർ എസ് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. അപ്പം ഗൈസ്, ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ 24 ആണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ചെറുതായിട്ടൊന്ന് ബോറായിപ്പോയി. ചേഞ്ച് ചെയ്യാനുണ്ട്. ഇപ്പം കിടക്കുന്ന ഇതൊന്ന് മാറ്റി വേറെ രീതിക്കൊന്ന് ആക്കിയിടാൻ പോവാണ്. അപ്പം നമുക്ക് അത് കാണാം. ആദ്യം തന്നെ നമ്മൾ ബെഡിൻ്റെ മണ്ടയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബെഡ് എടുത്ത് പുറത്തേക്ക് ഇടാൻ പോവാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡിനുണ്ട് ഈ ഡെസ്ക് എടുത്ത് വെക്കാം. അതിൻ്റെ മുമ്പ് ഈ ഡെസ്കിൻ്റെ കൊണ്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇനി എടുത്ത് പുറത്തേക്ക് ആക്കിയിട്ട് കാണാം. അങ്ങനെ ഡെസ്കിൻ്റെ മണ്ടയിലുള്ള എല്ലാ സാധനവും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസ്ക് വലിച്ച് മാറ്റി ഇടാം. അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ മണ്ട ഡെസ്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കാനുണ്ട്. ഒരു ഡംബിൾ എടുക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ 2 ചെടി എടുക്കാനുണ്ട്. അങ്ങനെ ഡംബിള് ഇതിൻ്റെ വണ്ടേ വെച്ചിട്ടുണ്ട്. ഇനി 2 ചെടികൾ എടുത്ത് മാറ്റാം. അങ്ങനെ ആദ്യത്തെ ചെടി എടുത്ത് പുറത്തേക്ക് വെക്കാം. ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇത് മൊത്തം മാറ്റി കഴിയുമ്പോൾ ഒരവസ്ഥയാവുമല്ലോ. അങ്ങനെ 2 ചെടിയും പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചൂലെടുക്കണം. അങ്ങനെ ചൂലെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് അവിടെ കുറച്ച് ഭാഗം മൊത്തം തൂത്ത് വരാം. അങ്ങനെ ഇത് മൊത്തം തൂത്ത് വാരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ട് കളഞ്ഞിട്ട് വരാം. അങ്ങനെ അലമാര ഈ സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിലിങ്ങനെ ബാക്കിലേക്ക് വലിച്ചിടാം. ഇനി ഇത് ഈ കട്ടിലെടുത്ത് നമുക്ക് ഈ ബാക്കിലേക്കാക്കി വലിച്ചിടാം. ഇനി കട്ടിലിത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ക്രോസ് ഇടാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ഇത് കട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഡെസ്ക് ഇറക്കിയത് ഇവിടെ ഇടാനാണ് പോകുന്നത്. അലമാരി ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെക്കണം. എന്നിട്ട് ഈ അയ വരച്ച് അങ്ങോട്ടിടിക്കാം. അങ്ങനെ അലമാരി ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ അയ വരയ്ക്കണം. അങ്ങനെ ഈ അയ വരയ്ക്കാനായിട്ടാണ് ഈ ചുറ്റിക എടുത്തിട്ടുണ്ട്. നമുക്ക് അയ വരയ്ക്കാം. അങ്ങനെ അയ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ആണിയും കൂടി ഒപ്പിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് മറ്റേ സൈസ് സ്ക്രൂ ആണിയാണ്. അപ്പോൾ ഇത് പറ്റത്തില്ല അടിച്ച് കയറ്റാൻ. അപ്പം പെരയ്ക്കകത്താണില്ല, നമുക്ക് പുറത്തു വല്ല ആണി ഇരിപ്പുണ്ടോ എന്ന് പോയി നോക്കാം. ഇപ്പം മഴ മാറി ചെറിയൊരു വെയിലൊക്കെ തെളിയുന്നുണ്ട്. എങ്ങനെയാവോ വൈകിട്ട്. അങ്ങനെ ആണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ അടിച്ച് വെച്ചിട്ട് ഇനി കാണാം. അങ്ങനെ അയ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതൊക്കെ കൊണ്ട് വെക്കാം. എല്ലാം പഴയപടി എടുത്ത് വെക്കാം. അയക്ക് ഇച്ചിരി പൊക്കം കൂടിയോ എന്ന് ഡൗട്ടില്ലാതെ ഇല്ല. അങ്ങനെ മുറി വീണ്ടും അലങ്കോലമായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അടിച്ച് വാരിയിട്ട് നമുക്ക് മൊത്തം എടുത്ത് പഴയപടി ആക്കിയിട്ട് നമുക്കിനി കാണാം. അങ്ങനെ എല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി വല്ലതും മൊത്തം എടുത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു മൊത്തം അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. അങ്ങനെ എല്ലാം പരിപാടിയും കഴിഞ്ഞപ്പോൾ അങ്ങനെ പല്ല് തേക്കുവാണ്. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഇനി പല്ല് തേച്ച് കഴിഞ്ഞിട്ട് കൈയും വായും ഒക്കെ കഴുകുവാണ്. അങ്ങനെ കൈയും വായും മുഖമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. പുറത്ത് നല്ല മഴയാണ്. നല്ല സെറ്റ് മഴയും കൂടിയാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഇലയടയാണ്. അപ്പോൾ ഇലയട കഴിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.
അങ്ങനെ ഇത് എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ടി വി കാണണം. ഇപ്പോൾ സമയം ഇത് 10:15 ഉള്ളൂ. കുറച്ച് ടി വി കാണാം. നമ്മൾ ടി വി ഓൺ ആക്കുവാണ്. അങ്ങനെ ഇത് ജിയോ സ്റ്റാർ എടുത്തിട്ടുണ്ട്. നമ്മൾ സിനിമ നോക്കുവാണ്, ഏതാ പുതിയതുള്ളതെന്ന് നോക്കാം. ഇത് അപ്പം കാണാൻ പോകുന്ന മിസ്റ്റർ എസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇത് ആഡായിട്ടുണ്ട്. അപ്പം ചായ കുടിച്ചിട്ട് ഇനി കാണാം. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സമയം ഇത് 11:05 ഉള്ളൂ. ഇനി കുറച്ച് നേരം കയറി കിടക്കാൻ പോവാണ്. അപ്പം ഇനി ഒരു മണി 2 മണിക്കാൻ വെയിറ്റ് ബാക്കി പരിപാടി ഉച്ച ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇത് ആഡായിട്ടുണ്ട്. അപ്പം ചായ കുടിച്ചിട്ട് ഇനി ചോറുണ്ണാണ്. ചോറും പയറുകറിയും മോരുമാണ്. അങ്ങനെ ഇത് മഴയെന്ന് പറഞ്ഞപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തെ ചെടിയൊക്കെ മറിഞ്ഞ് വീണിട്ടുണ്ട്. അതിന് നോർത്ത് വെക്കാം. പറഞ്ഞു പോയി നോക്കാം. അങ്ങനെ ഇത് മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്തൊക്കെ നല്ല മഴയൊക്കെ തോർന്ന് വെള്ളം ഇങ്ങനെ ഇതായി കിടക്കുമായിരുന്നു. തെന്നി വീഴേണ്ടതായിരുന്നു ഒരാണ്. അത് കഴിഞ്ഞത് ഇങ്ങനെ ഇറങ്ങി ചാമ്പയൊക്കെ നോക്കിയിട്ടുണ്ട്. ചാമ്പയിലൊക്കെ പൂ വിരിഞ്ഞ് മുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം നല്ല സെറ്റാണ്. നിങ്ങളുടെ എങ്ങനെയുണ്ട് മഴ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറൊരു പരിപാടിയും കാണത്തില്ല, ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പിന്നെ എല്ലാവരും ചാമ്പയിലേക്ക് നോക്കിക്ക്, ചെറിയ ചെറിയ മുട്ടൊക്കെ വിരിഞ്ഞിപ്പം വരുന്നുണ്ട്. നിങ്ങളുടെ അവിടുത്തെ ചാമ്പയൊക്കെ പൂത്തോ എങ്ങനെയാണ് എന്നൊക്കെ താഴെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല മഴയാണ് പുറത്തൊക്കെ. അങ്ങനെ വൈകിട്ടായപ്പോൾ ചോറെടുത്ത് കഴിക്കുവാണ്. ചോറും മീൻകറിയാണ്. അങ്ങനെ ചോറും മീൻകറിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അരിപ്പൊടിയും അതുപോലെ തന്നെ ചായയും കുടിക്കുവാണ്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് തുടങ്ങുന്ന ബെല്ലൈക്കൻ ഓളെന്ന നോട്ടിഫിക്കേഷൻ ഇടുക. ഞാനിടുന്ന വീഡിയോ വരും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒരുമാതിരി വൻ ഷോക്കായി പോയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തോ എഡിറ്റ് ചെയ്തപ്പോൾ എന്താണ്ടാ പറ്റിയതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം പറ്റാതെ നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുക്കുന്ന ബെല്ലൈക്കൻ ഓളെന്ന നോട്ടിഫിക്കേഷൻ ഇടുക. അപ്പോൾ വീഡിയോ ഇടുന്ന പകുതി വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെയും ബായ്. പിന്നെ കയറി കിടന്ന് ഉറങ്ങണം. അപ്പം ഓക്കെ, ബായ്.